ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചിക്കു വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 3 ചേരുവ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ചിക്കു എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം വെയിറ്റ് ഉണ്ട്. കണ്ടൻസ് മിൽക്ക് വേണം, നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമും വേണം. ആദ്യം ചിക്കു നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ടായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഫ്ലഷ് ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാതെ ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാതെ ഫൈൻ പേസ്റ്റ് ആയിട്ടില്ല. ചെറിയ സപ്പോട്ടയുടെ പീസസ് ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഫ്രഷ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഫോമിലേക്ക് നമുക്കിത് കിട്ടില്ല. ഇതുപോലെ സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചില വിപ്പിംഗ് ക്രീമിൽ പഞ്ചസാര ഉണ്ടാവും, അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ പഞ്ചസാര ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടിന്നാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത്. അപ്പോൾ കറക്റ്റ് മധുരം തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടിന്നും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കു ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ ഈ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഒന്ന് മാറ്റാം. ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലെ നല്ല അടപ്പുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇത് മൂടിയിടുന്നതിന് മുന്നേ ഒരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. ഐസ് ക്രിസ്റ്റൽസ് മോൾ ഭാഗത്ത് ഫോം ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മൂടിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. 6 to 8 hours ഈ ഐസ്ക്രീം സെറ്റായിട്ട് കിട്ടും. ഇവിടെ ഐസ്ക്രീമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.